എന്താ പറഞ്ഞു വരുന്നത്? എന്റെ മാല എടുത്തിട്ടില്ലെന്നാണോ? അവള് പറഞ്ഞല്ലോ. നിങ്ങൾ ഇതിൽ ഇടപെടണ്ട. എന്റെ മാല കളവ് പോയിട്ടുണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കാനും എനിക്കറിയാം. എനിക്ക് പിന്നെ പോയി അത് ചെയ്. അതെനിക്കറിയാം. അവസാനമായിട്ട് ഞാൻ ഒന്നും കൂടെ ചോദിക്കുക, നീ എന്റെ മാല കണ്ടിട്ടില്ല, എടുത്തിട്ടില്ല? അങ്ങനെ പറയാൻ പറ്റിയല്ല. ഞാൻ ചേച്ചി മാല കണ്ടിട്ടില്ലാന്ന് പറഞ്ഞോ? എന്നാ പറ, അത് എവിടെയാ വെച്ചത്? അത് എടുത്തവരോട് പോയി ചോദിക്കുക, എന്നോട് ചോദിച്ചാ? നീ ഇല്ലേടി കളി കുറച്ച് നേരത്തെ പറഞ്ഞത് കണ്ടിട്ടുണ്ടെന്ന് എന്റെ മാല. ആ ചേച്ചി, എനിക്ക് അങ്ങനത്തെ സ്വഭാവം ഇല്ല. ഞാൻ ചേച്ചിയുടെ കഴുത്തിൽ ഒരുപാട് വട്ടം മാല കണ്ടിട്ടുണ്ട്. എന്റെ കണ്ണിന് ഒരു കുഴപ്പമില്ല. ഞാൻ അതാണ് അങ്ങനെ പറഞ്ഞ. എന്റെ കഴുത്തുനിന്ന് ഊരിക്കൊണ്ടാനുള്ള ധൈര്യമൊന്നും നിനക്കില്ല. ഞാൻ കുളിക്കാൻ പോകുന്ന സമയത്ത് മേശപ്പുറത്ത് വെച്ചതാണ്. നീ ആ സമയത്ത് റൂം ക്ലീൻ ചെയ്യാൻ വന്നില്ലേ? അപ്പൊ നീ അല്ലാതെ വേറെ ആരാ അത് എടുക്കേണ്ടത്? അജിതേ, കാണാത്ത കാര്യം നമ്മൾ പറയരുത്. നിങ്ങളൊന്ന് നിർത്ത്. ഇതാ ഇവരുടെ ശരീരം പരിശോധിച്ചാൽ ഇപ്പൊ കിട്ടും സാധനം. ചേച്ചി, ഇത്ര നേരം നിങ്ങൾ പറഞ്ഞോണ്ടിരിക്കാൻ ഞാൻ ക്ഷമിച്ചു. പക്ഷെ എന്റെ ദേഹത്ത് കഴിച്ചിട്ടില്ല. എന്റെ സ്വഭാവം മാറും. പോലീസുകാർ വരുമ്പോൾ നീ ഇത് തന്നെ അങ്ങ് പറയണം. ഇതാ ഇനി മേലില് നീ ഈ വീട്ടിലേക്ക് വന്നിരിക്കണം. നിന്റെ സേവനം നിർത്തിക്കും. ഇറങ്ങിപ്പോടി പോ. അജിതേ, എടി ഇങ്ങനെ ഒരാളെ ഇങ്ങനെ പറഞ്ഞു വിട്ടാ എങ്ങനെയാ? അല്ല, ഇങ്ങനെ കളവും ചെയ്തിട്ട് ഇവിടെ വെച്ചോണ്ടിരിക്കാം. നിങ്ങളല്ലാതെ വേറെ ആരാ ഇവിടെ ഉള്ളത്? ഞങ്ങൾ രണ്ടുപേരും +1 പഠിക്കുന്ന ഒരു മോനുണ്ട് സാറേ. പിന്നെ ജോലിക്കാരി വന്നു പോകുന്നുണ്ട്. അവള് തന്നെയാ സാറേ. അവളല്ലാതെ വേറെ ആരും എടുക്കൂല. അതെത്ര ഉറപ്പെന്താ? വേറെ ആരും ഇവിടെ ഇല്ലല്ലോ സാറേ. ഈ പറയുന്ന ജലജ ഇവിടെ എത്ര നാളായിട്ട് ജോലി ചെയ്യുന്നു? 1 വർഷമായി സാറേ. ഇതിനു മുമ്പ് ഇവിടെ എന്തെങ്കിലും എടുത്തിട്ട് പോയിട്ടുണ്ടോ? ആർക്കറിയാം സാറേ, ഇപ്പോഴല്ലേ ഇത് മനസ്സിലാണത്. പേരെന്താ? ദിനേശ്. ദിനേശിന് ഈ പറയുന്ന ജലജ സംശയമുണ്ടോ? ഉണ്ട് സാറേ. ഇന്നലെയും കൂടെ എന്നോട് പറഞ്ഞതാ. ഞാൻ ഇവിടെ അല്ലേ ചോദിച്ചത്. സാറേ, അവൾ എന്നെ എടുത്തത്. അവളെ കണ്ടാലറിയാം അവളെ എടുക്കുള്ളൂ. അതാരാ? മോന. എന്തായാലും ശരി, ഞാനൊന്ന് അന്വേഷിച്ചിട്ട് സാറിന് റിപ്പോർട്ട് ചെയ്യാം. 5 പവന്റെ മാലയാ സാറേ. എത്ര? 5 പവന്റെ മാലയാ. ഇപ്പത്തെ വില വെച്ച് നോക്കുമ്പോ 10 ലക്ഷം രൂപയുടെ അടുത്ത് വരും. സാർ അവളെ 4 പട പഠിച്ചു കഴിഞ്ഞാൽ അവൾ മണി പോലെ. അല്ല അതെ, പക്ഷേ അവനിപ്പോ 80,000 രൂപ കൊണ്ടൊക്കെ അല്ലേ ഉള്ളൂ. അതിന് താഴെയൊക്കെ വരുള്ളൂ. അതെ സാറേ, ഞാനിപ്പം വിൽക്കുന്നൊന്നുമില്ലല്ലോ. 1-2 വർഷം കഴിയുമ്പം 2 ലക്ഷം ഒക്കെ ആവുമല്ലോ. അങ്ങനത്തെ കണക്കാ ഞാൻ പറഞ്ഞേ. ശരി, എന്തായാലും ഞങ്ങളൊന്ന് അന്വേഷിക്കട്ടെ. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അങ്ങോട്ട് വിളിപ്പിക്കും സാറ്. ഓക്കെ സാർ. അമ്മേ, ഈ പച്ചക്കറിയൊക്കെ വെറുതെ കിടന്ന് വാടുന്നു. ഒരു കുഞ്ഞ് സാമ്പാർ വെച്ചാലാ? ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു. സാമ്പാർ കുറച്ച് ദിവസമായി സാമ്പാർ വെച്ചിട്ട് സാമ്പാർ വെച്ചാൽ കൊള്ളാന്ന് വിചാരിച്ചിരിക്കുക. പരിപ്പിടാത്ത സാമ്പാർ വെക്കാം. എല്ലാം ഉണ്ടാ പച്ചക്കറി? ഏട്ടനെ വഴക്ക് പറയും. അമരക്കൊന്നുമില്ല. 2 കോവയ്ക്ക. കുഴപ്പമില്ല. ഈ കോവയ്ക്കും കൂടി ഇട്ടേക്കട്ടെ. ഒരിത്തിരി തേങ്ങയും കൂടെ വറുത്തരച്ച് വെച്ചാലുണ്ടല്ലോ എങ്ങനെ ഇരിക്കുന്നറിയാം സാമ്പാർ. ഇപ്പൊ എനിക്കറിയത്തില്ല അമ്മ. അത് വേണ്ട, ഇത് മതി സാമ്പാർ. മീൻ ഇരിപ്പില്ലേ? മീൻ ഫ്രിഡ്ജിലുണ്ടല്ലോ. അപ്പം വൈകിട്ട് എടുത്ത് വറക്കാം രാത്രി. എന്നാ അത് മതി. രാത്രി പിന്നെ ചപ്പാത്തി ഒന്നും ഉണ്ടാക്കാൻ നിൽക്കണ്ട. ചോറ് തന്നെ കഴിച്ചോളൂ. ചപ്പാത്തിയും കിപ്പാത്തിയും ഒന്നും ഉണ്ടാക്കാം. മീൻ വറുത്ത് ഉണ്ടെങ്കിലേ പിന്നെ ചോറ് കഴിച്ചോളൂ. ഇത്രയും പോരെ? കളി മതി. ഒരെണ്ണം മതിയാ? മതിയടി. ഏട്ടൻ എന്ത് പോക്കായിട്ടാ പോയത്? പെട്ടെന്ന് പോയി കളഞ്ഞ. ഞാൻ നോക്കിയ പേട്ടനെ കണ്ടില്ല. പെട്ടെന്ന് പോയി. എന്തായിരുന്നു എത്ര അത്യാവശ്യം? അത്യാവശ്യം ഈ പൂജപ്പുരടുത്ത് കണ്ടൊരു ജലജൻ പറഞ്ഞൊരു പെണ്ണ്. അവള് വീട്ടു ജോലിക്ക് പോകുന്ന വീട്ടിൽ നിന്നൊരു പരാതി വന്നേക്കുന്നു. അവിടെ അത് മാല കാണാനില്ലെന്ന്. 5 പവന്റെ മാല. സാറ് പറഞ്ഞ ജലജയെ പറ്റിയൊക്കെ ഒന്ന് അന്വേഷിക്കാൻ വേണ്ടി പറഞ്ഞു. അവരാണ് എടുത്തത്. ഒന്നും അറിഞ്ഞൂടാ. അല്ല, എന്നിട്ട് എന്തായി? എന്നിട്ട് ഈ ജലജനെ പോയി കണ്ടാ നിങ്ങള്? ഇല്ല, ജലജ കാണാൻ പോണോ? ജലജയെ പറ്റി അന്വേഷിക്കണം. ഈ പൂജപ്പുര അടുത്ത മറ്റേ ആ ഒരു ഏരിയയിലാണെന്ന് പറഞ്ഞു. പെട്രോൾ പമ്പിന്റെ അടുത്തെന്ന് പറഞ്ഞു. ഇവിടെ കാണുന്ന അമ്മയ്ക്ക് അങ്ങനെ അറിയാൻ പാടായിരിക്കും. അയ്യോ, എനിക്കങ്ങനെ പെട്ടെന്നായോണ്ടാണ്. എനിക്ക് അവിടെയുള്ള ജലജ അമ്മേനൊക്കെ പറഞ്ഞാൽ ചിലപ്പോ അമ്മയ്ക്ക് അറിയാതിരിക്കും. പെട്ടെന്ന് നിങ്ങളുടെ കുടുംബശ്രീയിലല്ലോ ഈ ജലജ നല്ല മെമ്പറുണ്ടല്ലോ. അവിടുന്ന് വേറെ 2-3 പേരൊക്കെ ചോദിച്ചത്. പക്ഷെ അവിടുന്ന് ജലജയെന്നും പറഞ്ഞുകൊണ്ടൊന്നും ആരുമില്ല. ജലജ എനിക്കറിയത്തില്ല ആരാന്ന്. അമ്മയ്ക്ക് ചിലപ്പോ വേറെ എന്തെങ്കിലും പറഞ്ഞ വല്ല
അല്ല താമരാശിയുടെ മോളാണെന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. അല്ല അമ്മ അല്ല താമരാശിയുടെ മോള് പൊന്നമ്മേടെ മോള്. അതെ അതെ. അപ്പൊ ഈ വീട്ടുകാര് പറയണ ജലജ തന്നെ എടുത്തെന്നാ അവിടെ പറയണത്. അവരങ്ങനെ ജലജയുടെ പേരാണ് പരാതി നിൽക്കുന്നത്. എടാ ക്ലീറ്റസ് ആ ക്ലീറ്റോ ചേട്ടനൊന്ന് പറഞ്ഞു നോക്ക്. അവനെല്ലായിടത്തും കയറി കയറി ഈ ജലജാരാണ് അവന് ക്ലീറ്റോ ചേട്ടനെ അറിയാൻ പറ്റും, ഈ ജലജനെ അറിയാൻ പറ്റും, ജലജയുടെ ക്യാരക്ടർ എന്താന്ന് അറിയാൻ പറ്റും. അവര് ഓരോ വീട് തോറും കയറി ഇറങ്ങി നടക്കണല്ലേ. അല്ല അതാ എന്നാലും എന്തുവാണല്ലേ 5 എന്നൊക്കെ പറഞ്ഞ ഇപ്പോഴത്തെ വില വെച്ച് ആ മാല മാത്രമേ പോയുള്ളൂ, വേറെ ഒന്നും പോയില്ല. ആ മാല മാത്രമേ വേണം. എന്നാലും വിശ്വസിച്ചൊന്നും ഒരാളെ വീട്ടിൽ നിർത്താൻ കൊള്ളൂല. പൊന്നോ എങ്ങനെ നിർത്തും വിശ്വസിച്ച്? ഇതുകൊണ്ടാണ് സ്റ്റേഷനിലെ കാര്യങ്ങൾ നിങ്ങളുടെ പറയാത്തത്. പറഞ്ഞാൽ ടെൻഷൻ അടിക്കുന്നു നിങ്ങളൊക്കെ. ടെൻഷൻ അടിക്കുന്നല്ല ഇതൊക്കെ. എടീ ഇതുപോലെ ദിനം എന്തെല്ലാം പ്രശ്നം നടക്കുന്നുണ്ട്, എന്തെല്ലാം കാര്യങ്ങളുള്ള സ്റ്റേഷൻ വരുമെന്ന് അറിയാമോ? ഇതുകൊണ്ടാണ് ഞങ്ങൾ പോലീസുകാരന്മാർ വീട്ടിൽ കാര്യങ്ങളൊന്നും കൂടുതൽ പറയാത്തത്. നിങ്ങൾ ടെൻഷൻ അടിക്കും. ഇത് പറയാതെ പോയി ചോദിക്കും, അതെന്ന് പറഞ്ഞില്ല. അതെ ഇതറിയുന്നോണ്ട് നമ്മളൊന്ന് കെയർഫുൾ ആയിട്ട് ഇരിക്കുമല്ലോ. തുണിയല്ലേ വിളിക്കണ പൊടി? ഇല്ലില്ല, നല്ല മഴക്കാറുണ്ടല്ലോ. ആ മഴ തുണി എടുത്താത്ര. ഞാൻ എന്തായാലും ക്ലീറ്റോ മോലാളി ഒന്ന് കാണട്ടെ. അമ്മ എന്റെ പൊന്നില്ലേ, ആ വീട്ടുകാരുടെ അവസ്ഥ എന്ന് ആലോചിച്ച് നോക്കി അമ്മേ. 5 പവനൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മളാണെങ്കിൽ ആദ്യം പിടിച്ച് എന്നേ ചത്തേനെ. ക്ലീറ്റോടെ ആ ഇന്ന് വെളിയിറങ്ങി വാടേ, മഴയൊക്കെ പെയ്യല്ലേ. വെളിയിറങ്ങി നീ അവിടെ അടച്ചുവിട്ട് എന്ത് ചെയ്യണം? ഇവിടെ നമ്മളിവിടെ ഇരുന്നാലും 100 കാര്യങ്ങളാണ് ഇവിടെ നടക്കുന്നത്. പണി നടക്കണം ഇവിടെ. അടുത്ത സമ്മേളനത്തിന്റെ പ്രവർത്തനത്തിനെ കുറിച്ചും എന്റെ കാര്യങ്ങളെ കുറിച്ചൊക്കെ ഇങ്ങനെ പ്ലാനിങ്ങിലാണ്. ആണോ? പ്ലാനിങ് ഇന്ന് പണിയില്ല നിനക്ക്? പണിയുണ്ട്, നമുക്കിപ്പോ ഒഫീഷ്യലി ഇറങ്ങേണ്ട കാര്യമില്ലല്ലോ. നിങ്ങൾക്ക് പിന്നെ ഇറങ്ങിയില്ലെങ്കിലും മാസം ഉള്ളത് ഇങ്ങനെ കൃത്യമായിട്ട് അക്കൗണ്ടിൽ വരുമല്ലോ അല്ലേ? സുഖ ജീവിതമല്ലേ അടിയ, നിനക്കൊക്കെ വല്ല അറിയണം. സത്യമായി നിങ്ങൾക്കല്ലടാ സുഖം. ആളുകളെ പറ്റി ഈ ഒരാഴ്ച എൻ്റെ കൂടെ ഇറങ്ങി നോക്കും, ഞങ്ങൾ എന്തൊക്കെയാണ് ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ. ഒരാഴ്ചയല്ല, ഞാൻ എത്ര നാളുകൊണ്ട് കണ്ടുകൊണ്ടിരിക്കണം നിന്റെ പ്രവർത്തനങ്ങള്. നിന്റെ കാഴ്ചയിലല്ലേ? നീ കാണുമ്പോ ഞാൻ ഇങ്ങനെ വരുന്നു പോകുന്നു. നീ പൊതുജനങ്ങളോട് ഇറങ്ങി ചോദിക്കണം. ഇനിയിപ്പോ അതിനെ കുറിച്ച് കൂടെ അടുത്ത ഇലക്ഷൻ വരുമ്പോൾ നിനക്ക് അറിയാൻ പറ്റും എന്താണെന്നുള്ള. പറ, എന്ത് കേസെന്ത്? പോലീസുകാരൻ എന്താണ് ഈ പാവപ്പെട്ട ഈ ഒരു രാഷ്ട്രീയക്കാരനെ കൊണ്ട് ആവശ്യം? ഒരു ചെറിയ സഹായം വേണമായിരുന്നു. സഹായം ഇല്ലെങ്കിലും പോലീസുകാർക്ക് എന്നാലും രാഷ്ട്രീയക്കാരിൽ അത് പറ്റൂലേ. പറ, എന്താണ് എന്നെ കൊണ്ട് ഞാൻ എന്താണ് ചെയ്തു തരാൻ? തിരക്കൊന്നുമില്ലല്ലോ എനിക്ക്. ഒരു തിരക്കുമില്ല. നീ പറഞ്ഞോ, നീ എന്ത് തിരക്കുണ്ടെങ്കിലും ഞാൻ മാറ്റി വയ്ക്കും നിനക്ക് വേണ്ടിയിട്ട്. ഒരു പോലീസുകാരന് വേണ്ടിയിട്ട് ഞാൻ മാറ്റി വയ്ക്കും. നിനക്ക് ഈ നമ്മുടെ പൂജപ്പുര മറ്റേ പെട്രോൾ പമ്പില്ലടാ, പെട്രോൾ പമ്പിന്റെ താഴെ ഒരു ചെറിയൊരു വഴിയുണ്ടല്ലോ, കുറച്ച് ആൾക്കാർ താമസമുണ്ട്. അപ്പൊ അതിനകത്ത് പക്ഷെ എനിക്ക് ആ ഏരിയ കൂടെ നമ്മളങ്ങോട്ട് പോയിട്ടില്ലല്ലോ. ആ ഏരിയ ഞാനൊക്കെ അതാണ് പറഞ്ഞത്. രാഷ്ട്രീയക്കാരനും പോലീസിനും വ്യത്യസ്തം. രാഷ്ട്രീയക്കാരൻ എന്നും അതിലൊരു ഇങ്ങനെ കറങ്ങി പോവാറുണ്ട്. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിലേ പോകേണ്ട ആവശ്യമുള്ളൂ. നിങ്ങൾക്ക് വേണ്ടല്ലോ. എന്നിട്ട് അവിടെ അത് നമ്മുടെ സ്റ്റേഷൻ സാറ് വിളിച്ച് പറഞ്ഞു അൺഒഫീഷ്യലി ഒന്ന് അന്വേഷിക്കാനായിട്ട്. കാരണം ആരെ കുറിച്ച് ആളിന്റെ പറ, ഡീറ്റെയിൽ പറ, എന്താണ് അന്വേഷിക്കേണ്ടത്? പേരുണ്ടോ? ആളിന് പേരുണ്ടോ? ജലജ എന്നൊരു പെൺകുട്ടി, അവള് വീട്ടുജോലിക്കൊക്കെ പോകുന്നൊരു സ്ത്രീയാണ്. ജലജ. അവര് ജോലിക്ക് പോകുന്ന വീട്ടിൽ നിന്ന് ഒരു പരാതി വന്നു, അവരെന്തോ അവിടെ നിന്ന് എന്തോ മോഷ്ടിച്ചെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇവരുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഒന്ന് അന്വേഷിക്കാനായിട്ടൊന്ന്. വീട്ടു ജോലിക്ക് പോകുന്ന ജലജ. എനിക്ക് എപ്പോഴും അറിയാം, നിന്റെ ചോദിച്ചിട്ട് കാര്യം. അവിടെ നില്ല്. ജലജ 2 ജലജയുണ്ട്. ഒന്ന് തൂപ്പിന്റെ പണിക്കൊക്കെ പോണ ജലജ, ആശുപത്രിയിലൊക്കെ. ആ ജലജ അല്ല, വീട്ടു ജോലിക്ക് പോണ വേറൊരു ജലജയുണ്ട്. അപ്പൊ ആ ജലജയെ കുറിച്ചാണല്ലോ നിനക്ക് അറിയേണ്ടത് അല്ലേ? ഭർത്താവിന്റെ പേര് സുധാകരൻ. പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. വയസ്സ് 40 41 ഒരു കുട്ടി കാണണം. അവളുടെ ആദ്യത്തെ ഭർത്താവ് മരിച്ചു പോയപ്പോൾ ഈ സുധാകരൻ ഒരു ജീവിതം കൊടുത്തതാണ്. പക്ഷേ ഇപ്പോൾ തിരിച്ച് അവൾ വീട്ടുപണിക്ക് പോയി സുധാകരൻ്റെ ജീവിതം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതൊക്കെയാണ് എനിക്കറിയാൻ പറ്റിയത്. അവളെ വീടാണ് നിനക്കറിയേണ്ടത് അല്ലേ? അത് മുടുക്കെന്ന് പറഞ്ഞാൽ പൂജപ്പുര പെട്രോൾ പമ്പ്, പമ്പിന്റെ അവിടെ നിന്ന് നേരെ ഇടത്തോട്ട് തിരിയണം. ഇടത്തോട്ട് തിരിഞ്ഞ് മാർക്കറ്റ്, അതെ, ഇടത്തോട്ട് തിരിഞ്ഞ് കുറച്ച് പോയി കഴിയുമ്പോൾ മാർക്കറ്റിന് അവിടെ നിന്ന് ഒരു SK ടൈലേഴ്സ് എന്ന് പറഞ്ഞിട്ടൊരു ഒരു കടയുണ്ട്, തയ്യക്കട. ഒരു ചേച്ചിമാര് തയ്ക്കണാണ്. അവിടെ നിന്ന് വീണ്ടും ഒരു 100 മീറ്റർ കൂടെ മുന്നോട്ട് പോയാൽ അവിടെ നിന്ന് റൈറ്റ് തിരിഞ്ഞ് വരുമ്പോൾ അവിടെ ഒരു പൊതു കിണറുണ്ട്.
ആ കിണറിൻ്റെ അവിടെ നിന്ന് ഒരു 2 ഫർലോങ് കൂടെ മുമ്പോട്ട് പോയി കഴിയുമ്പോൾ അവിടെ ഉന്തുവണ്ടിയൊക്കെ വെച്ചൊരു തമിഴൻ അണ്ണാച്ചി അവിടെ തേക്കാൻ നിപ്പുണ്ട്. അവിടുന്ന് ലെഫ്റ്റ് തിരിഞ്ഞ് 2ാമത്തെ റൈറ്റ് കട്ടിങ്. ഞാൻ ഗൂഗിൾ മാപ്പ് ഇട്ട് പോയിക്കോളാം. എന്താണ്? ഞാൻ ഗൂഗിൾ മാപ്പ് ഇട്ട് പോയിക്കോളാം. നീ ഗൂഗിൾ മാപ്പിൽ ജലജയുടെ വീടിന്ന് അടിക്കുമോ? എടാ നിനക്ക് ജലജ അറിഞ്ഞൂടാ, പിന്നെ അങ്ങനെ ഗൂഗിളിന് അറിയാം ജലജ? അറിയാനുള്ള ഒരുത്തനല്ലേ ഈ പറയണത്? അതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ അവിടെ കൊണ്ടുവന്ന് ഇന്ന് ജലജയുടെ വീട് കാണിച്ചു തരാം. പോരെ? ഇനി എൻ്റെ കൂടെ വരാൻ ബുദ്ധിമുട്ടുണ്ടോ? നീ പറഞ്ഞെങ്കിൽ സന്തോഷം. നീ പിന്നെ ഈ പറഞ്ഞ പോലീസുകാർക്ക് ഇനി ഒരു പൊതുപ്രവർത്തനം കൂടെ വന്ന് നാണക്കേടുവല്ലോ. നീ യൂണിഫോമിൽ വരായിരുന്നാൽ മതി, പക്ഷെ ഞാൻ യൂണിഫോമിലേ വരൂ. എന്റെ യൂണിഫോം നീ സാധാ ഡ്രസ്സിൽ വന്നാൽ മതി. പോലീസുകാരെ അവിടെ പോലീസുകാരെ കയറി ആ ഏരിയ അത്ര നല്ലതല്ല. അടുത്ത പിള്ളേർ ഇറങ്ങാൻ നോക്കാം. ഞാൻ വണ്ടി എടുത്തിട്ട് വരാം. പിന്നെ അടുത്ത മാസം ശമ്പളം വാങ്ങിയാൽ പകുതി ഇഞ്ഞ് തരണം. ഇങ്ങനെയുള്ള സഹായങ്ങളൊക്കെ ചെയ്ത് പോലീസുകാരുടെ പണിയാണ് ഇപ്പോൾ പകുതി ഞാൻ ചെയ്തു തന്നേക്കണത്. വാ വേണ്ടടേ, പകുതി ഒന്നും തരണ. നീ ഒരു ചായ വാങ്ങിച്ചു തന്നാൽ മതി. ഇത് എവിടെയാണ് ഇത്? അല്ല, ഞാൻ അന്ന് വന്നപ്പോൾ ഇവിടെ പട്ടി ഇല്ലായിരുന്നു. പൂച്ചയാണ് നിന്നത്. പൂച്ച ഇപ്പൊ വഴി നിന്റെ സംസാരം കേട്ടപ്പോ ഞാൻ വിചാരിച്ചെന്നറിയാമോ നീ ഇവിടെയാണ് താമസം. എടേ അളിയ, ഇതിപ്പോ പെട്ടെന്ന് ഇവിടെയൊക്കെ ഒരുപാട് മാറ്റം വന്നു പോയി. ഞാൻ ഒന്ന് ചോദിക്കാം നില്ല. മോളെ, ഈ ജലജയുടെ ഇവിടെ എവിടെയാണ്? അമ്മ ചോദിക്കട്ടെ. പട്ടി എടുത്താ? നീ വാ, ഇവിടെ തന്നെ വിട്. ആണോ? ഇപ്പൊ എനിക്ക് കിട്ടി. ഇത് അന്ന് ഈ വാതിൽ തുറന്നു കിടത്ത് ഇത് അടഞ്ഞു. അതല്ല, ഇതാണ് വീട്. ഇത് കളർ മാറി, അതല്ലേ ഈ പെയിന്റ് മാറി. ജലജേ, ജലജേ, വാ. എന്റെ കെട്ടിയ സുധാകരനോടെ? അതേ ജോലിക്ക് പോയേക്കുവാ. കൊച്ചിനൊന്ന് പഠിത്തമല്ലേ? ഇല്ല, ഇന്നും ലീവാർ. ഇതറിയാമോ ആയിരുന്നു? പോലീസാണെന്ന് അറിയാലോ. ജലജ വന്നതേ പറയാളിയാ. മറ്റേ കുണ്ടാങ്കട പാലത്തിനടുത്ത് ഒരു വീടുണ്ടല്ലോ, മറ്റേ അജിത, അവിടെ ജോലിക്ക് പോകുന്നില്ലേ? അതെ, പോകുന്നുണ്ട് സാർ. അവിടെ നിന്നൊരു പരാതി വന്നിട്ടുണ്ട്. അത് ഞാനല്ല സാർ എടുത്ത്. അവരോട് ഇന്നലെ തന്നെ ഞാൻ പറഞ്ഞതാ ഞാനങ്ങനെ ചെയ്തിട്ടില്ല എന്നുള്ളത്. അവരാരും എന്നെ വിശ്വസിക്കുന്നില്ല. ഞാൻ എൻ്റെ കൊച്ചിനെ വെച്ചിട്ട് ഈ ജോലിക്ക് പോയി കിട്ടുന്ന ശമ്പളം കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ജീവിക്കണേ. എനിക്കെന്തിനാണ് ഈ സ്വർണ്ണം? ജലജെ, ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, മനുഷ്യനാണ് നമ്മളെല്ലാവരും. സാഹചര്യങ്ങൾ കൊണ്ട് നമുക്ക് ചിലപ്പോൾ അറിയാതെ നമ്മളത് ചെയ്തു പോകാം. അങ്ങനെ ചെയ്തെങ്കിൽ അതങ്ങ് സമ്മതിച്ചാൽ അളിയൻ നിന്നെ നൈസായിട്ട് കേസിൽ നിന്ന് ഊരിത്തരും. വേറെ പ്രശ്നമൊന്നുമില്ല. അതുകൊണ്ടാ പറയണേ. എടുത്താലല്ലേ സമ്മതിക്കും. ഞാൻ എടുത്തിട്ടില്ല. അവിടെ വേറെ ആരും ആ വീട്ടിൽ പോയിട്ടില്ല. നീയാണ് അവിടെ ജോലിക്ക് നിൽക്കുക. എപ്പോഴാ ജലജ അവിടെ ജോലിക്ക് വന്നത്? എപ്പോഴാണ്? രാവിലെയാണോ ഉച്ചയ്ക്കാണോ? രാവിലെ ഒരു 7 മണിയൊക്കെ ആകുമ്പോൾ, വൈകുന്നേരം ഒരു 5 മണിയൊക്കെ ആകുമ്പോഴാണ് ഞാൻ തിരിച്ച് വീട്ടിൽ വരണം. അത്രയും നേരം അവിടെ തന്നെ ഇരുന്ന് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. വൈകുന്നേരം വന്ന് എൻ്റെ കുട്ടിയുടെ അടുത്ത് കഴിച്ച് ഞാൻ കിടന്നുറങ്ങി. പിറ്റേന്ന് രാവിലെ ആയപ്പോഴാണ് അവിടെ നിന്ന് സ്വർണ്ണം കാണുമെന്ന് പറഞ്ഞ് എന്നെ വിളിച്ചു. ഇന്നലെ വല്ലതും വേറെ ആരെങ്കിലും അവിടെ വന്നിരുന്നു? ഇന്നലെ പണിയാന്നൊക്കെ ബന്ധുക്കൾ ആരൊക്കെ 2 പേര് വന്നു പോയായിരുന്നു. അപ്പം ജലജ എടുത്തിട്ടില്ലെന്നാണ് പറഞ്ഞത്. ഞാൻ എടുത്തിട്ടില്ല സാർ. അത് അവരോട് എത്ര പറഞ്ഞിട്ടും വിശ്വസിക്കണില്ല. ജലജ, ഇത് അവരൊക്കെ വലിയ ആൾക്കാരാണ്. ഇത് എന്തെങ്കിലും നീ സത്യസന്ധമായിട്ട് നമുക്കിത് ഇവിടെ തീർക്കാം. ഇലയ്ക്ക് മുള്ളിനും കേടില്ലാതെ തീർക്കാം. മകളെ കൊച്ച് പഠിക്കുന്ന മക്കൾ പഠിച്ചോ കേട്ടോ. ഇലയ്ക്ക് മുള്ളിനും കേടില്ലാതെ നമുക്ക് ഈ പ്രശ്നം തീർക്കാം. അതാണ് ഞാൻ പറയണ. ഞാനും കൂടെ ഉണ്ട്. നീ എടുത്തെങ്കിൽ അങ്ങ് പറ. സാറേ, ഞാൻ എടുത്തിട്ടില്ല സാർ. ഇവിടെ എത്ര നാളായി താമസം തുടങ്ങിയിട്ട്? ഇവിടെ കുറച്ചു കാലമായി സാർ. ഇവിടെ തന്നെ കുറെ നാളായി. എനിക്കറിയാനുള്ള കാലം പോലും ഇവിടെ തന്നെ. സുധാകരന് പണിയൊക്കെ ഉണ്ടാ ഇപ്പം? ഇടയ്ക്കെതിരെ വയ്യായികൊക്കെ ഉണ്ടായിരുന്നല്ലോ, അതൊക്കെ മാറിയാ? ഇപ്പൊ 2 ദിവസം കൊണ്ട് ജോലിക്ക് പോകുന്നുണ്ട്. അപ്പൊ പൈസക്ക് ബുദ്ധിമുട്ട് ഒന്നും ഇല്ല ഇപ്പൊ? ഉണ്ട്, എന്നാലും ജോലി ഉള്ളതുകൊണ്ട് കുഴപ്പമില്ലാണ്ട് കുഴപ്പമില്ല. എന്തായാലും ഒന്നുകൂടെ അന്വേഷിക്കട്ടെ. ഞാൻ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ സ്റ്റേഷനിലേക്ക് വരണം കേട്ടോ. ഇനിയിപ്പോ ഈ അടുത്ത ദിവസം പുറത്തൊന്നും പോകുന്നില്ലല്ലോ അങ്ങോട്ടൊന്നും? ഇല്ല സാർ, ഞാൻ ഇവിടെ തന്നെ. ഇനി ഇവിടത്തെ ഈ ഏരിയ വിട്ട് പുറത്ത് പോകണമെങ്കിൽ എന്നെ ഒന്ന് കാണണം, സ്റ്റേഷനിൽ ഒന്ന് പറയണം, പറഞ്ഞിട്ട് പോകാവൂ. മനസ്സിലായില്ലേ? മോളുടെ പേരെന്താ? ദിയ. ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 5ാം ക്ലാസ്. പിന്നെ
എടുത്തിട്ടില്ലല്ല. ഇനി എങ്ങാനും ഇത് അങ്ങനെ വല്ലതും ആണെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ ഇവിടെ കൂടും കുടുക്കൊക്കെ എടുത്തോണ്ട് പോവേണ്ടി വരും. ഞാൻ പറഞ്ഞില്ല എന്ന് വേണ്ട കേട്ടാ. ആ ഇത് കൊള്ളാല്ലേ പോയ എന്തോന്നിടക്കെ പാർക്കണത്. വാലി വാലി ഞാൻ ഇപ്പൊ 9. സാറേ ഇവനൊരു പാവമാണ് സാർ. എൻ്റെ മോന അങ്ങനെ ചെയ്യൂല. മോഷ്ടിക്കുന്നതാണ് പാവം സാർ. ഇവിടെ ആരോടെങ്കിലും ചോദിച്ചോ? ജലജനാ മോഷ്ടിച്ചത്? ആരുടെ മാല മോഷ്ടിച്ചത്? നീ എന്നോട് നേരത്തെ പറഞ്ഞല്ലേ, അത് പറയാൻ കൊണ്ടത്. ഞാനാ മാല മോഷ്ടിച്ചത്. ഞാനാ. ഇവനാണ് മാല മോഷ്ടിച്ചെന്ന് പറഞ്ഞപ്പോ നിങ്ങളുടെ ദേഷ്യമൊക്കെ പോയോ? ആ ജലജയെ കടിച്ചിരിക്കുന്നല്ലേ നിങ്ങള്? ഇവനൊന്ന് വഴക്കെങ്കിലും പറയാ നിങ്ങള്? സാറേ നമ്മളങ്ങനെ അവന് ഇതുവരെ ഒരു വഴക്കൊന്നും പറഞ്ഞിട്ടില്ല. അങ്ങനെയല്ല വളർത്തിയത് സാറേ. തല്ലി നുള്ളി നോവിച്ചിട്ടില്ല. ആ നുള്ളി നോവിക്കണ്ട. നുള്ളി നോവിച്ചില്ലേ ഇങ്ങനെ തന്നെയാണ്. ഒന്നാണെങ്കിൽ ഒലക്കൊക്കെ അടിക്കണമെന്നാണ് പറഞ്ഞത്. ഒലക്കൊന്നും എടുക്കട്ടെ, ചെവിക്കെങ്കിലും ഇടയ്ക്ക് പിടിക്കണം. ഇല്ലേ കൊച്ചുകൾ വഴി തെറ്റി പോവും. പ്രായത്തിന് പറ്റിയൊരു മാറ്റമല്ല കൂട്ടവന്. എന്നിട്ടാ നീ മാല മോഷ്ടിച്ചത്? ചേട്ടന്മാര് പറഞ്ഞപ്പോ. ആ ഇന്ന് മാല മോഷ്ടിക്കാൻ പറഞ്ഞു. നാളെ നിങ്ങളെ കൊന്നിട്ട് വരാൻ പറയും. ഓ അത് ചെയ്യും. സാറ് അവന് തെറ്റ് പറ്റിപ്പോയതാ. അവൻ അങ്ങനെ ചെയ്യുന്നൊരു മോനല്ല. അവനോട് ക്ഷമിക്കണം സാർ ഈ ഒരു പ്രാവശ്യത്തിൽ. ഞാനല്ലല്ലോ ക്ഷമിക്കേണ്ടത്. നിങ്ങൾ ആരെയാ കുറ്റപ്പെടുത്തിയത്? ഇവിടുത്തെ കള്ളിന്ന് വിളിച്ച ആരാ നിങ്ങള്? ഇവിടെ ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി ജോലി വരുത്തൊരു സ്ത്രീയെ നിങ്ങൾ ഈ പറയുന്ന കേട്ട് ആരെങ്കിലും എടുത്ത് പത്രത്തിലോ ഏതെങ്കിലും യൂട്യൂബ് ചാനലോ കിട്ടാനുള്ള അവസ്ഥ ആലോചിക്കണവരെ. കള്ളം ചെയ്യാത്തവരെ കള്ളിന്ന് വിളിച്ചില്ലേ നിങ്ങള്? അവരുടെ മനസ്സിൽ അത്ര വിഷമിച്ചിട്ടുണ്ടാവും. നിങ്ങൾ അത് ചിന്തിച്ചോ? സോറി പറയാ സാറേ. ഒരു മോനേ ഉള്ളൂ. ഇനിയിപ്പോ കരഞ്ഞെടുത്തും കാര്യമില്ല. നിങ്ങൾ ആ ജലജ വിളിച്ച കാര്യം പറയൂ. നിങ്ങളുടെ മകനാണ് മോഷ്ടിച്ചതെന്നും എന്നോട് ക്ഷമിക്കണമെന്ന് പറയൂ. ഇനി അവർ മാനനഷ്ടത്തിന് കേസ് കൊടുത്ത് നിങ്ങൾ അകത്ത് വേണ്ടി വരും. ഓന്റെ പടം പത്രത്തിൽ വരെയും ചെയ്യും. അയ്യോ സാറേ അങ്ങനെ ചെയ്യില്ല സാറേ. സാർ അവരോടൊന്ന് പറഞ്ഞ് ഞങ്ങളോടൊന്ന് ക്ഷമിക്കാൻ പറ. നിങ്ങൾ ഈ കരച്ചിലൊന്നും അന്നേരം കണ്ടില്ലല്ലോ. നിങ്ങൾ ഒരു മനസാക്ഷി ഇല്ലാതല്ല ആ സ്ത്രീയോട് പെരുമാറിയത്. തെറ്റുപറ്റിപ്പോയി സാർ. തെറ്റിയാത്ത അവരെ നിങ്ങൾ കുറ്റപ്പെടുത്തിയില്ലേ? അവരെ മനസ്സിൽ എത്ര വിഷമിച്ചിട്ടുണ്ടാവും. നമ്മുടെ മോനിങ്ങനെ ചെയ്യുന്നത് സ്വപ്നത്തിൽ വിജയിച്ചില്ല സാറ്. കിട്ടിയപ്പോ തന്നെ ചവിട്ടി കൂട്ടാൻ തോന്നിയാണ്. ഈ കേസിന്റെ കാര്യവുമായി ബന്ധപ്പെട്ട് ഞാൻ ഇവിടെ വന്നപ്പോൾ നിങ്ങൾ എന്നോടൊരു കാര്യം പറഞ്ഞിരുന്നു. അവളെ കണ്ടാ അറിയാൻ കള്ളിയാണെന്ന്. ഇവനെ കണ്ടാ തോന്നുന്നു കള്ളനാണെന്ന്. ഒരാളെ കണ്ടാൽ എങ്ങനെയാണ് കള്ളനാണോ കള്ളിയാണെന്നൊക്കെ മനസ്സിലാക്കുന്നത്? തെറ്റുപറ്റിപ്പോയി സാറേ. തെറ്റാണ്. നിങ്ങൾ പറഞ്ഞതും ചെയ്തതും ചിന്തിച്ചതും മുഴുവൻ തെറ്റാണ്. ഇനിയെങ്കിലും മകന്റെ കാര്യം നോക്കി അവനെ ശാസിക്കേണ്ടത് ശാസിച്ചും പറയേണ്ട കാര്യത്തിൽ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ നോക്കണം. കൊച്ചുകുട്ടിയാണ്, വഴിതെറ്റിപ്പോവും. നിങ്ങൾ ആ ജലജ വിളിച്ചിട്ട് കാര്യം സംസാരിക്കും. പ്രായത്തിനനുസരിച്ച കൂട്ട്. മനസ്സിലായല്ലോ? സാറ് ഇനി ഇതിന്റെ പേരിൽ വല്ല കേസ് എന്തെങ്കിലും കുഴപ്പമുണ്ടാവോ സാർ? കേസ് കൊടുത്തത് നിങ്ങളല്ലേ? കള്ള കേസ് കൊടുത്തത് നിങ്ങളാ. ആ കേസ് പോയി മര്യാദയ്ക്ക് പിൻവലിക്കുന്നത്. ഞാൻ സാറിൻ്റെ പറഞ്ഞിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യാം സാർ. ജലജ അവിടെ നിന്ന് പരാതി കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ജലജയോട് വിളിച്ച് സംസാരിക്കണം. മാപ്പ് പറയണം. പറയാം സാറേ, മാപ്പ് പറയാം. എൻ്റെ മോനൊരു പ്രശ്നം ഉണ്ടാകാതിരുന്ന. ഒരു ചെറിയ കുട്ടിയാണ്ടാണ്. ഇല്ലെങ്കിൽ ഞാനിതിന് നിൽക്കില്ലായിരുന്നു. ഉറങ്ങിയില്ല ഏട്ടൻ ഇതുവരെ? എന്താ ഉറങ്ങാത്ത? ഉറക്കം വരുന്നില്ലേ? എന്തെറ്റി? എന്ത് ആലോചിക്കണം? നമ്മുടെ സയ്യുവിൻ്റെ പഴയ കമ്മലെടുപ്പുണ്ടേ. സയ്യുവിൻ്റെ? അല്ലുവിൻ്റെ സയ്യുവിൻ്റെ കമ്മലെടുപ്പോലെ രാത്രി നേട്ടന് കമ്മല് ജലജയുടെ മോക്ക് കൊടുക്കാന്. പാവം കുഞ്ഞ്, കാതിലൊന്നുമില്ല.
സിമ്പതിയായ സിമ്പതിയല്ല, ഒരെമ്പതി. അതിനാണ് ഏട്ടൻ ഈ ഉറക്കം വിളിച്ചിരുന്നു ഈ ആലോചിച്ചോണ്ടിരിക്കും. രാവിലെ പറഞ്ഞ പോരായിരുന്നോ? ഏട്ടന് ഇഷ്ടമുള്ളത് എടുത്തിട്ട് കൊടുക്കാമല്ലോ. ഇനിയിപ്പോ എന്താ? കിടന്നുറങ്ങ.